ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കീ ഡെവലപ്മെൻറ്റ്സ് അതാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ആദ്യമേ തന്നെ സ്പെയിനിൽ റെഫ്യൂജി ക്രൈസിസ്. സ്പെയിനിൽ ശരിക്കും നോർത്ത് ആഫ്രിക്ക റീജിയനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റെഫ്യൂജികൾ കയറി വരുന്നത്. ശരിക്കും യൂറോപ്പ് മൊത്തത്തിൽ തകിടം മറഞ്ഞ അവസ്ഥയിലാണ്. കാര്യം ഈ റെഫ്യൂജികൾ തന്നെ. ഈ ആഫ്രിക്കൻ റെഫ്യൂജികൾ സ്പെയിനിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞാലൊന്നും പോരാ. ആ രീതിയിലുള്ള വിഷയങ്ങളാണ് അവിടെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു വീഡിയോ വെക്കുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബീച്ചിൽ, വളരെ കോമൺ ആയിട്ടുള്ള ബീച്ചിൽ സ്പെയിനിൽ വളരെ എളുപ്പത്തിൽ ആഫ്രിക്കയിൽ നിന്നും ഈ എയർ ഇൻഫ്ലേഷനിലുള്ള ചെറിയ ബോട്ട് ഇല്ലേ, ആ ബോട്ടിൽ ആൾക്കാരെ നേരെ കൊണ്ടുവന്ന് സ്പെയിനിൻ്റെ അവിടെ വെച്ചിട്ട് ആ ഷാലോ വാട്ടറിൽ ഇറക്കി വിട്ടിട്ട് അവർ തിരിച്ചങ്ങ് പോവുകയാണ് എസ്കേപ്പായിട്ട്. ഇതിനകത്ത് സ്പെയിനിൻ്റെ പോലീസ് സംവിധാനത്തിനോ സ്പെയിനിൻ്റെ ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിനോ ഒന്നും തന്നെ ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അവിടെ ഒന്ന് ഇറക്കി വിടുന്നു, അവരെല്ലാം നീന്തി കരക്കെടുക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ രീതിയിൽ ആയിരക്കണക്കിന് ആൾക്കാർ സ്പെയിനിലേക്ക് ഇങ്ങനെ റെഫ്യൂജികളായിട്ട് വന്ന് കയറുകയാണ്. ഇന്ന് റെഫ്യൂജികളായിട്ട് വന്ന് കയറുന്നത് മാത്രമല്ല, അതിനെ തുടർന്ന് അവിടെ ഭയങ്കര അട്രോസിറ്റീസാണ്, അവിടെ ഭയങ്കര അതിക്രമങ്ങളാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ സ്പെയിനിലെ അവസ്ഥ. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ക്ലാഷാണ് അവിടെ സംഭവിച്ചത്. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഫുട്ടേജാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. സ്പെയിനിൻ്റെ സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഇമ്മാനുവൽ മാക്രോൺ, ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ എല്ലാവർക്കും ഒരു തലവേദനയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സുപ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ വെച്ചാൽ ഇപ്പം നിലവിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് സുപ്രധാന യുദ്ധങ്ങൾ. അതിലൊന്ന് ഇസ്രായേൽ ഗാസ, രണ്ട് റഷ്യ ഉക്രൈൻ. ഈ രണ്ട് യുദ്ധങ്ങളും നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് മാക്രോണാണ്. ഒന്ന് ഇവിടെ മാർക്കോ റൂബിയോ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടോളൂ. ജസ്റ്റ് ഒരു 20 സെക്കൻഡ് ക്ലിപ്പാണ്. മാർക്കോ റൂബിയോ വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഹമാസുമായിട്ട് ഈ ബന്ദിമോചനം, അതിനെ തുടർന്ന് ഒരു 60 ദിവസത്തെ സീസ് ഫയർ എന്നുള്ള നിലയിലുള്ള ചർച്ച മുന്നോട്ട് കൊണ്ടുപോയ സമയത്ത് അവർ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ഈ ചർച്ച ഏതാണ്ട് സക്സസ്ഫുള്ളായിട്ട് അറ്റൈൻ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ എത്തി നിന്ന സമയത്താണ് മാക്രോൺ യൂണിലാറ്ററലി ഒരു രീതിയിലുള്ള കൺസൾട്ടിങ്ങോ ഒരു ഡിസ്കഷനോ ഒന്നും തന്നെ ഇല്ലാണ്ട് യൂണിലാറ്ററലി ഞാൻ പാലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ശരിക്കും ഇപ്പം സെപ്റ്റംബർ വരെ ഹമാസ് വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളൊരു തീരുമാനമാണ് അവർ എടുത്തിരിക്കുന്നത്. അതിന് മോട്ടിവേഷൻ കൊടുത്തത് മാക്രോണിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതാണ് മാർക്കോ റൂബിയോ പറഞ്ഞു വെക്കുന്നത്. Well, if you notice that the talks with Hamas fell apart on the day Macron made the unilateral decision that he's going to recognize a Palestinian state. And then you have other people come forward, other countries say, well, if there's not a ceasefire by September, we're going to recognize a Palestinian state. Well, if I'm Hamas, I basically conclude, let's not do a ceasefire, right? Because we can be rewarded and we can claim it as a victory. So those messages, while largely symbolic in their minds, actually have made it harder to get peace and harder to achieve a deal with Hamas. They feel emboldened. ഇത് നമ്പർ 1 കേസ്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഹമാസുമായിട്ടുള്ള ഇതുകൊണ്ട് ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ഇടയ്ക്ക് വീണിരിക്കുന്നതും മാക്രോണാണ്. ഇനി റഷ്യ ഉക്രൈൻ വിഷയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും ക്ലിയർ കട്ടായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. അവിടെയും മാക്രോൺ തന്നെയാണ് ഈ ഉക്രൈൻ റഷ്യ ഒരു പീസ് ട്രീറ്റിക്ക് ഒരു രീതിയിലും അനുകൂലമല്ലാത്ത നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. തുടരെ യൂറോപ്യൻ യൂണിയനിലുള്ള ആൾക്കാരെ വിളിക്കുക, അതുപോലെ UK സ്റ്റാർമർ. UK യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രെക്സിറ്റ് അടിച്ച് പോയിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി. എന്നാലും നിങ്ങൾ യൂറോപ്പിനോട് ചേർന്ന് നിൽക്കണം എന്നുള്ള നിലയിൽ UK പോയി സംസാരിച്ച് അവരെയൊക്കെ അനുനയിപ്പിച്ച കീർ സ്റ്റാർമറിന് തന്നെ ഈ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള സംഘടനകളെ കൊണ്ട് പൊറുതിമുട്ടിയാണ് UK ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് പാലസ്തീനിയൻ സ്റ്റേറ്റിനെ അംഗീകരിക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റാർമറിനെയും പിടിച്ച് ഇതിനകത്തിട്ട് ഇപ്പോൾ ആകെ കൂടെ എൻറ്റയർ യൂറോപ്പ്, ആ റീജിയനിൽ കിടക്കുന്ന നാറ്റോ, അതുപോലെ തന്നെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു തരത്തിലും റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ ഒരു സമാധാനം രൂപപ്പെടാൻ പാടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാക്രോൺ ആൻഡ് ടീംസ്. അപ്പോൾ അവിടെയും മാക്രോണാണ് പ്രശ്നം, ഇവിടെയും മാക്രോണാണ് പ്രശ്നം. അമേരിക്ക വളരെ വ്യക്തമായിട്ട് ഇതിനെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മാക്രോണിനെതിരെ തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അമേരിക്കയെ വെച്ചുകൊണ്ടാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ കളികൾ ഇന്ത്യക്കുള്ളിൽ ഭയങ്കരമായിട്ട് നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇപ്പം ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു വളരെ വ്യക്തമായിട്ട് യൂറോപ്പിനെ കുറിച്ച് ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് രാജ്യങ്ങളുടെ ലീഡേഴ്സ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ റൈറ്റാണ്, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഗ്ലോബൽ പ്രഷർ, പല രാജ്യങ്ങളുടെയും പ്രഷർ കൊണ്ട് ഞങ്ങൾക്ക് ഓപ്പണായിട്ട് നിങ്ങളെ
സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് എന്നാണ് നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. സ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസ്, അതും കൂടി പുള്ളി കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. കൂടെ ഞാനിവിടെ വെക്കാം. നെതന്യാഹു പറയുന്നതിന് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിന് നെതന്യാഹു കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പ്രോബ്ലമാണ്, അത് എൻ്റെ പ്രോബ്ലം അല്ല എന്നാണ് നെതന്യാഹു യൂറോപ്യൻ യൂണിയനിന് മാക്രോൺ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കൊടുത്ത മറുപടി. I think there's an issue here. And the issue is many leaders tell me, look, we know you're right, but we can't stand, in the face of the public opinion in our country, especially European leaders. They tell me that over and over again. And I say, that is your problem. It is not our problem. It is not our problem. വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ്. അപ്പം നെതന്യാഹുവിന് ഗാസയെ ഒക്കുപൈ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്, ഇല്ല എന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നെതന്യാഹുവിൻ്റെ ഭരണത്തിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സപ്പോർട്ടറായിട്ടുള്ള യായിർ ലാപ്പിഡ് സ്മൂട്രിച്ചുമായിട്ട് സംസാരിച്ചിട്ട് നെസറ്റിൽ നെതന്യാഹുവിനെതിരെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. അതായത് ഗാസ യുദ്ധം ഒരു പരാജയമാണ്, ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾ തികഞ്ഞ പരാജയമാണ്, ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു 5-6 പോയിന്റുകൾ നിരത്തിക്കൊണ്ട് നെസറ്റിൽ നമുക്കൊരു റെസൊല്യൂഷൻ പാസ്സാക്കി നെതന്യാഹുവിനെ ഗവൺമെൻറ്റിനെ താഴേക്ക് വലിച്ചിടാം എന്നുള്ള ഡിസ്കഷൻ സ്മൂട്രിച്ചുമായിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷേ സ്മൂട്രിച്ച് അതിനോട് യോജിക്കുന്നില്ല. കാരണം ഗാസയിൽ ശക്തമായ രീതിയിലുള്ള അറ്റാക്കാണ് മുന്നോട്ട് പോകുന്നത്. സെൻട്രൽ ഗാസ ഭാഗത്ത് IDFന് നിർണായക മുന്നേറ്റം, അതാണ് പൊതുവിൽ ഇപ്പോൾ വാർത്ത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഗാസയ്ക്കുള്ളിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള വീഡിയോകളെല്ലാം തന്നെ അവർ കൂടുതൽ അങ്ങ് വെളിയിൽ പബ്ലിഷ് ചെയ്യുന്നില്ല. അത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ഫുൾ ഫ്ലഡ്ജ് യുദ്ധം നടത്തുന്നത് കൊണ്ട് തന്നെ ആഗോള തലത്തിൽ തന്നെ പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു വീഡിയോ ഫൂട്ടേജ് കൊണ്ട് അത് കൂടുതൽ ആളിക്കത്തിക്കണ്ട എന്നുള്ളൊരവസ്ഥയിലാണ് ഇസ്രായേൽ കൺട്രോൾഡ് ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് മാത്രം പുറത്തുവിടുന്നത്. അപ്പോൾ നെതന്യാഹു ട്രംപുമായിട്ട് ടെലിഫോൺ കോളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 5 പോയിന്റുകൾ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന്, ഹമാസിനെ ഡിസാം ചെയ്യുക, അതൊരു എയിമാണ്. എല്ലാ ബന്ദികളും മോചിപ്പിക്കപ്പെടണം, അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഗാസ ഡീമിലിറ്ററൈസ്ഡ് സോണായിട്ട് പ്രഖ്യാപിക്കപ്പെടും. അതായത് തികച്ചും ഹമാസിൻ്റെ ഒരു രീതിയിലുള്ള പ്രസൻസും അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു നിർദ്ദേശം. 4-മത്തേത്, ഇസ്രായേൽ ഓവർ റൈഡിങ് സെക്യൂരിറ്റി കൺട്രോൾ, ഗാസയിലുള്ള എൻറ്റയർ സെക്യൂരിറ്റി കൺട്രോൾ, അവിടുത്തെ നിലവിലെ സംവിധാനങ്ങളൊക്കെ കുറേ ഉണ്ട്, സെക്യൂരിറ്റി സിസ്റ്റംസ്, അതെല്ലാം ഓവർ റൈഡ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ഇസ്രായേലിൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക സെക്യൂരിറ്റി സിസ്റ്റം. നോൺ ഇസ്രായേലി പീസ്ഫുൾ സിവിൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് ഇസ്രായേലിൻ്റെ പ്രസൻസ് ഇല്ലാത്ത എന്നാൽ ഇസ്രായേലിന് ഹാംഫുൾ അല്ലാത്ത രീതിയിലുള്ള ഒരു ഭരണകൂടം, ഒരു ഭരണ സംവിധാനം അവിടെ സ്ഥാപിക്കുക. അത് കഴിഞ്ഞിട്ട് തുടരെ ഗാസയുടെ റീകൺസ്ട്രക്ഷൻസും ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഗാസ റിവേറിയ പ്ലാനോ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഇതിപ്പോൾ നിലവിൽ നെതന്യാഹു ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറകിലുള്ള കാര്യം എന്ന് വെച്ചാൽ ഗാസ മാക്സിമം എത്രത്തോളം ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഒക്കുപ്പൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫുൾ ഫ്ലഡ്ജ് യുദ്ധം ഇങ്ങനെ നടക്കുന്ന സ്ഥിതിക്ക് ജനങ്ങളെ മൊത്തം സൗത്ത് സൈഡിലേക്ക് മാറ്റുകയും നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന പോലെ തന്നെ റഫ ഭാഗത്തിൽ നിന്ന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈജിപ്തിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് സൈനായ് പെനിൻസുല ഏരിയയിൽ കുറച്ചുകൂടെ ഗാസ എക്സ്റ്റെൻഡ് ചെയ്യാണ് ആ പോർഷനിലോട്ട്. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതായത് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ നോർത്തേൺ ഗാസ ഭാഗത്തായിക്കോട്ടെ, അതേപോലെ സെൻട്രൽ ഗാസ സൈഡിലായിക്കോട്ടെ, ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ആൾക്കാർ റഫ സൈഡിലേക്കും ഈജിപ്റ്റ് ബോർഡറിലേക്കും വന്ന് തമ്പടിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സ്ഥിരമായിട്ട് ആ സ്ഥലത്ത് തന്നെ ജനങ്ങളെ താമസിപ്പിക്കാനുള്ള ഏർപ്പാടാണ് നോക്കുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ പ്രഷർ എങ്ങനെ വരുന്നോ അതിനനുസരിച്ച് ചില മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ നിലവിൽ ഇതാണ് ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള പ്ലാൻ. പക്ഷേ പുറത്ത് പറഞ്ഞിരിക്കുന്നത് ഗാസയെ ഞങ്ങൾ ഒക്കുപ്പൈ ചെയ്യാനൊന്നും പോകുന്നില്ല, ഞങ്ങൾ റൂൾ ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഞാൻ വെച്ചിരിക്കുന്ന ഇമേജ് യഹ്യാ സിൻവറിൻ്റെ ഇമേജാണ്. അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അനസ് എന്നാണ് പുള്ളിയുടെ പേര്. ഈ അനസ് അൽ ഷെരീഫ് അൽ ജസീറയുടെ മാധ്യമ പ്രവർത്തകനാണ് കേട്ടോ. അയാൾ ആരോടൊപ്പമാണ് നിൽക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇയാളെ ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് അവസാനത്തെ ഒരു പ്രസ് റിപ്പോർട്ടറാണെന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഗാസയിലുണ്ടായിരുന്ന അൽ ജസീറയുടെ ലാസ്റ്റ് പ്രസ് റിപ്പോർട്ടർ എന്നത്. ഇയാൾ ഒക്ടോബർ 7 മുതൽ ത്രൂ ഔട്ട് ഈ യുദ്ധം നടക്കുന്ന കാലയളവിൽ മൊത്തം വല്ലാത്ത രീതിയിലുള്ള സപ്പോർട്ടാണ് ഹമാസിന് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതെല്ലാം തന്നെ ചെയ്തിരുന്നത് ഈ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ഈ ഒരു പ്രസ് എന്നുള്ള ഒരു പ്രൊട്ടക്ഷനിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ പീസ്ഫുള്ളായിട്ടും വളരെ കവേർട്ട് ഓപ്പറേഷൻ എന്നുള്ള നിലയിൽ ഇയാൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടത്തിയിരുന്നത്. ഇതെല്ലാം തന്നെ ഈ ഒരു പ്രസ് അഥവാ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ഒരു ഫ്രീഡത്തിലാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈജിപ്റ്റ്
ഹമാസിൻ്റെ മേലിൽ നല്ല രീതിയിലുള്ള പ്രഷർ ലാസ്റ്റ് 72 hours ഹെവി പ്രഷർ അപ്ലൈ ചെയ്യുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, സബോട്ടേജ്, അതായത് ലാസ്റ്റ് സീസ് ഫയർ ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഹമാസിൻ്റെ കൈകളിലാണ്. ഹമാസാണ് ആ ഒരു സീസ് ഫയർ ചർച്ചയെ ബഹിഷ്കരിച്ചത്. അപ്പോൾ അമേരിക്ക അതുപോലെ തന്നെ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്ന, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന ആ ഒരു ഓപ്ഷനെ തള്ളിക്കളഞ്ഞതിൻ്റെ പേരിലാണ് ഈജിപ്റ്റ് ഈ രീതിയിലുള്ള പ്രഷർ ഹമാസിൻ്റെ മേളിൽ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഭരണകൂടം ഒഴിഞ്ഞു പോകേണ്ടി വരും, ഗാസയിൽ ഇനി നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള പ്രഷറാണ് ഈജിപ്റ്റ് ഹമാസിൻ്റെ മേളിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം തീർച്ചയായിട്ടും നെതന്യാഹു എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം ടൈം ടു ടൈം ട്രംപിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ സ്റ്റാർവിങ്ങിനെ കുറിച്ച് മാത്രം, അതായത് ഈ ഗാസയെ പട്ടിണിക്കിടരുത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ പാടില്ല എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമാണ് ട്രംപിൻ്റെ സൈഡിൽ നിന്നും നെതന്യാഹുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ. ബാക്കിയുള്ള വിഷയത്തിലൊന്നും ട്രംപിന് യാതൊരുവിധ എതിർപ്പുമില്ല. അതുകൊണ്ട് ശക്തമായിട്ട് നെതന്യാഹു മുന്നോട്ട് പോവുകയാണ് ഗാസയിൽ. അതോടൊപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഒരു മിലിറ്ററി അപ്രോച്ച് നെസസറിയാണ് ഗാസയിൽ. ഹമാസുമായിട്ട് ഒരു ചർച്ചയ്ക്ക് അഥവാ ഒരു ഡീലിൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഹെവി ആയിട്ടുള്ള ഒരു മിലിറ്ററി പ്രഷർ ഗാസയ്ക്കുള്ളിൽ ആവശ്യമാണ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പെർമിഷനാണ് നെതന്യാഹുവിന് കൊടുത്തിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നല്ല രീതിയിലുള്ള പ്രകടനമാണ് അവിടെ നടന്നത്, പാലസ്തീനിയൻ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രതിഷേധ പ്രകടനം. അപ്പോൾ അതിനെ തുടർന്ന് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് പാലസ്തീനിയൻ സ്റ്റേറ്റിനെ ഈ വിത്തിൻ 1 monthനകത്ത് അവർ പാലസ്തീനിയൻ സ്റ്റേറ്റ് അംഗീകരിക്കാനുള്ള പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് ഇതേ ലൈനിൽ ന്യൂസിലാൻഡും കൂടി വരികയാണ്. ന്യൂസിലാൻഡും പാലസ്തീനിയൻ സ്റ്റേറ്റിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് മുന്നോട്ട് പോകുന്നത്. ജർമ്മനിയിലെ ഫ്രെഡറിക് മേഴ്സ് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നില്ല, ആംസ് എംബാർഗോ, അതാണ് അവർ എടുത്തിരിക്കുന്ന തീരുമാനം. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഇമ്മാനുവൽ മാക്രോൺ അതുപോലെ തന്നെ കീർ സ്റ്റാർമർ ഇതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പാലസ്തീനെ അനുകൂലിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ജർമ്മനിക്ക് ഈ നിലപാടെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഓപ്ഷനായിട്ടുള്ളത്. അപ്പം ഈ ജർമ്മനിയിലെ മേഴ്സ് ഫ്രെഡറിക്കൊക്കെ നെതന്യാഹുവിൻ്റെ അടുത്ത് ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് നിങ്ങൾ ശരിയാണെന്ന് അറിയാം, പക്ഷേ എന്നാലും ഞങ്ങൾക്കിപ്പം ഈ രീതിയിലുള്ള നിലപാടെടുക്കാനേ പറ്റുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നെതന്യാഹു വളരെ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.